നമസ്കാരം. ടി.വി.കെ നേതാവും നടനുമായ വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 40ആയി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ യുവാവ് മരിച്ചുവെന്ന വിവരമാണ് ഒടുവിൽ പുറത്തുവന്നത്. കരൂർ സ്വദേശി കവിനാണ് മരിച്ചത്. ഇന്നലെ ദുരന്തത്തിൽ പരിക്കേറ്റ കവിൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയിരുന്നു. എന്നാൽ പിന്നീട് നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരിച്ചവരിൽ 9 കുട്ടികളുമുണ്ട്. 111 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായി കരൂർ ജില്ലാ കളക്ടറുടെ ഓഫീസ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ്. ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണ് കരൂരിൽ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 40 പേർ മരിച്ച ദുരന്തമുണ്ടായത്. വിജയുടെ സംസ്ഥാന പര്യടനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ടി.വി.കെ സമ്മേളനത്തിനിടെ പരിക്കേറ്റ കണ്ണൻ എന്നയാളാണ് ഹർജിക്കാരൻ. വൈകിട്ട് 4:30 ഹർജി കേൾക്കാമെന്ന് ജസ്റ്റിസ് സെന്തിൽകുമാർ അറിയിച്ചു. കരൂർ സംഭവത്തിൽ അട്ടിമറിയുണ്ടെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. പോലീസ് സ്ഥലത്ത് മതിയായ സുരക്ഷ നൽകിയിട്ടില്ലെന്നാണ് ആരോപണം. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി തന്നെ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. ഭരണകക്ഷിയായ DMKയുടെ പരിപാടിക്ക് മാത്രമാണ് പോലീസ് സുരക്ഷ നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദുരന്തത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തമിഴ്നാട് BJPയും ആരോപിക്കുന്നു. അതേസമയം കരൂർ ദുരന്തത്തിൽ ടി.വി.കെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് അടക്കമുള്ള നേതാക്കൾ ഒളിവിൽ പോയി. ദുരന്തത്തിന് ശേഷം വിജയ് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുന്നതുവരെ നേതാക്കളൊപ്പം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇവർ ഒളിവിൽ പോയത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ് ടി.വി.കെ സംസ്ഥാന പര്യടനം നിർത്തിവെച്ചിട്ടുണ്ട്. കരൂരിലെ റാലിക്കിടെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനവും വിജയ് പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയുമാണ് പ്രഖ്യാപിച്ചത്. ഒപ്പം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഭരണകക്ഷിയായ DMK സർക്കാരിന്റെ തികഞ്ഞ അലംഭാവമാണ് ദുരന്തത്തിന് കാരണമെന്നാണ് BJP നേതാവ് K. അണ്ണാമലൈ പ്രതികരിച്ചത്. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റാലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താനും അതിനനുസരിച്ച് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കാനും മതിയായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനുമുള്ള ഉത്തരവാദിത്തം പോലീസിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയും അശ്രദ്ധമായി പ്രവർത്തിച്ച തമിഴ്നാട് സർക്കാരിന്റെയും പോലീസിന്റെ നടപടി അത്യന്തം അപലപനീയമാണെന്നും K. അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. അതേസമയം കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ അദ്ദേഹം കരൂരിലെത്തും. വിജയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അനുവദിച്ചതിലും ഇരട്ടിയിലധികം ആളുകൾ റാലിക്കെത്തിയതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് തമിഴ്നാട് DGP G. വെങ്കടരാമൻ വ്യക്തമാക്കി. 10,000 പേർക്ക് അനുമതി ഉണ്ടായിരുന്നിടത്ത് ഏകദേശം 27,000-ഓളം പേർ പങ്കെടുത്തതായി DGP അറിയിച്ചു. വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് റാലിക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഉച്ചയോടെ തന്നെ പ്രവർത്തകർ എത്താൻ പാർട്ടി സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയ് വൈകിട്ട് 7:40ഓടെയാണ് വേദിയിലെത്തിയത്. അദ്ദേഹം എത്തിയതോടെ വാഹനത്തെ പിന്തുടർന്നെത്തിയ വലിയ തോതിലുള്ള പ്രവർത്തകർ ഇതിനോടകമുണ്ടായിരുന്ന ജനക്കൂട്ടത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെന്നതും തിരക്ക് വർദ്ധിപ്പിച്ചു. ഇത് നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചില്ലെന്നും DGP വിശദീകരിച്ചു. അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ അദ്ദേഹം നിലവിൽ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സംഘാടകരുടേതായിരുന്നുവെന്നും വെങ്കടരാമൻ പറഞ്ഞു.